ഗ്രീസിൽ ഞങ്ങൾ ആക്രോപ്പൊലിസ് മ്യൂസിയം, അതുപോലെ തന്നെ അഥേനയുടെ ടെമ്പിള്, നൈക്കിയുടെ ടെമ്പിള്, ഇതൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ആ കുന്നിൻ്റെ മുകളിൽ ഉള്ള കയറുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് കുന്നിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് തരുന്നത്. വളരെ ഉയരത്തിലാണ് അവിടെ കയറുന്നത്. വളരെ ശ്രമകരമായൊരു ജോലിയാണ് അവിടെ കയറുക എന്നുള്ളത് തന്നെ. അവിടെ നിന്ന് ചുറ്റുപാടും കാണുന്നതും അതിൽ മനോഹരമായ കാഴ്ചയാണ്. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ സിറ്റിയുടെ പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കും. അത്രമാത്രം ഉയരത്തിലാണ് ഈ കുന്ന് നിൽക്കുന്നത്. ആ കുന്നിൻ്റെ മുകളിലായിരുന്നു പണ്ട് ഈ പറയുന്ന ദേവാലയങ്ങളൊക്കെ സ്ഥിതി ചെയ്തിരുന്നത്. താഴെ നമുക്ക് കാണുന്നത് അരയോപക കുന്നാണ്. പൗലോസ് നിന്ന് പ്രസംഗിച്ചു എന്ന് പറയുന്ന അരയോപക കുന്ന്. ഇത് അന്നത്തെ ദേവാലയത്തിൻ്റെ അവശിഷ്ടമാണ്. അഥേനയുടെ ദേവാലയത്തിൻ്റെ അവശിഷ്ടം, അതിൻ്റെ ഭാഗങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. വളരെയധികം ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് ആ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ആ ഭാഗത്താണ് ഇതിരിക്കുന്നത്. ഇത് ഗ്രീസിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ്. ഗ്രീസിൻ്റെ വലിയ ഫ്ലാഗൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ആ കെട്ടിടമാണ് നൈക്കിയുടെ ദേവാലയം. ഇത് അഥേനയുടെ ദേവാലയത്തിൻ്റെ അവശിഷ്ടമാണ്. വളരെയധികം ആളുകൾ കാണാൻ വേണ്ടി കാഴ്ചക്കാരായിട്ട്, ടൂറിസ്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു സമതല പ്രദേശമാണ്. ആ കുന്നിൻ്റെ മുകളിൽ ഇത്രയും വിശാലമായി കാണുന്നു എന്നുള്ളത് വളരെ അതിശയകരമായ ഒരു കാഴ്ചയാണ്. എത്രമാത്രം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മെ അതിശയിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. ലോക ചരിത്രത്തിൻ്റെ, ലോക സംസ്കാരത്തിൻ്റെയൊക്കെ ഈറ്റില്ലം, മടിത്തട്ട് എന്നൊക്കെ വിശേഷിപ്പിച്ച ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ എല്ലാ പ്രൗഢിയും നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം എന്ന് ഓർക്കുമ്പോൾ എത്ര അതിശയവും അത്ഭുതവുമാണ്. അന്നുണ്ടായിരുന്ന ദേവാലയത്തിൻ്റെ അവശിഷ്ട ഭാഗങ്ങളാണ് അവിടെ കാണുന്നത്. അവിടെ ഒരു കൺസ്ട്രക്ഷൻ, അതിൻ്റെ റിപ്പയറിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. വളരെ മനോഹരമായൊരു ദേവാലയമായിരുന്നു അവിടെ അന്ന് സൃഷ്ടിക്കപ്പെട്ടതെന്നാൽ ഇന്ന് അത് വിവിധ നിലകളിൽ നശിച്ചിട്ട് അതിൻ്റെ ശേഷിച്ച ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ദൃശ്യ വിരുന്നാണ് നമുക്കവിടെ നിന്ന് ലഭിക്കുന്നത്. പൊതുവെ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവായൊരു സന്ദർഭത്തിലാണ് നമുക്കവിടെ പോകുവാൻ സാധിച്ചത്. അതുകൊണ്ട് അന്ന് തന്നെ ഇവിടം കണ്ട് മടങ്ങി ഇറങ്ങുവാൻ കഴിഞ്ഞു. സാധാരണയായിട്ട് ഗൈഡ് പറഞ്ഞത് അവിടെ കയറുന്നത് തന്നെ ഒരു ദിവസത്തെ അധ്വാനമാണ്. ഒരു ദിവസത്തെ ഫുൾ ഡേ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കവിടെ കയറി ഇറങ്ങുവാൻ കഴിയുള്ളൂ. അത്രമാത്രം ടൂറിസ്റ്റുകളുടെ ഉള്ള സ്ഥലമായതിനാൽ പെട്ടെന്ന് കയറി ഇറങ്ങുവാൻ സാധ്യമല്ല എന്നുള്ളതും നമ്മോട് പറഞ്ഞു. എന്നിരുന്നാലും മനോഹരമായ ഒരു കാഴ്ചയുടെ വിരുന്നാണ് ഗ്രീസിലെ ആക്രോപ്പൊലിസ് നമുക്ക് തന്നത്. താങ്ക് യു.